കുമാർ ഇന്നലെ രാത്രി 12 മണിക്ക് എന്റെ വീട്ടിൽ വന്നിരുന്നു. പക്ഷെ സാറില്ലായിരുന്നു, അംബിക ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്റെ ഭാര്യയുടെ പേരും അങ്ങ് പഠിച്ച്. എന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല സാർ കിടന്നിട്ട്. എന്റെ ഭാര്യയുടെ കൂടെ കിടന്ന് നിനക്ക് ഉറക്കം വരുവോ? അറിയില്ല സാർ, എനിക്ക് അവളില്ലാണ്ട് പറ്റൂല സാർ. ആരംബികെ? അല്ല, ആൻസി, എന്റെ ഭാര്യ. കൗൺസിലിങ്ങിന് വന്നപ്പോ കുമാറല്ലേ പറഞ്ഞത് ഡൈവോഴ്സ് വേണമെന്ന്? അതപ്പോഴത്തെ ഒരു എടുത്തുചാട്ടത്തിന്. ഇപ്പൊ നിന്റെ ചാട്ടത്തിന്റെ സ്പ്രിങ് പോയാ? എനിക്ക് ആൻസി ഇല്ലാണ്ട് പറ്റൂല സാറേ. പിന്നെ അന്ന് എന്തുവായിരുന്നു പ്രശ്നം? അന്ന് അവള് ജെൻസി ആയിരുന്നു. നീ അല്ലടാ നേരത്തെ ആൻസി എന്ന് പറഞ്ഞേ, ഇപ്പൊ ജെൻസി ആയ? ജെൻസി കിഡ്, റിസ്, സസ്, സ്കിപ്പിടി. ഗോട്ട് എന്താന്നറിയോ? ഞാൻ സ്പൂണിന്റെ മണ്ടേ നാരങ്ങ ഉരുട്ടി ഓടിയപ്പോ കിട്ടിയ പണിയല്ല ഇത്. ഗോട്ടെന്ന് പറഞ്ഞ ആട്. ഗോട്ടെന്ന് പറഞ്ഞ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഒരു ദിവസം അപ്പൂപ്പൻ പറമ്പി പണിയെടുത്തോണ്ടിരുന്നപ്പോ അവള് പറയാ ഹീസ് എ ഗോട്ടെന്ന്. അപ്പൂപ്പനെ ആടെന്ന് വിളിച്ചതിന് കൊടുത്തു മുഖം നോക്കി ഓർണം. ഓ, അതാണല്ലേ ഗോട്ട്. ഗോട്ട് ഇറ്റ്. ഒരു ദിവസം രാത്രി അവളെ എന്റെ അടുത്ത് നോക്കിയോ, വൺ പീസ് കണ്ടിട്ടുണ്ടോ? നീ എന്തോ പറഞ്ഞു? ഞാനപ്പോഴേ അവളുടെ അടുത്ത് പറഞ്ഞു പല സൈസില് പല പീസ് കണ്ടിട്ടുണ്ടെന്ന്. അപ്പോഴാ ഞാൻ അറിയുന്നത് അതൊരു ആനിമേഷൻ കാർട്ടൂൺ ആയിരുന്നു. ആനിമി. കുമാർ ഒരുപാട് മാറുണ്ട്. താഴെ ലൈബ്രറിയിൽ ഇത് താണ്ടാ ജെൻസി എന്ന് പറഞ്ഞ് വിൻസി എഴുതിയ ഒരു ബുക്കുണ്ട്. അത് വായിച്ചിട്ട് കുമാർ മാറ്. കുമാറെ സാറേ, ബുക്കിന് പൈസ കൊടുക്കണം. വേണ്ട, നീ ബുക്കും കെട്ടോണ്ട് ഓട്. മാറ് കുമാറേ. പോന്നു സാർ. പോയിട്ട് വരണ്ട. എന്താ പ്രശ്നം? സാറേ പ്രശ്നമാണ് സാറേ. ഇപ്പൊ സാറുമായിട്ടായ പ്രശ്നം? ഞാനായിട്ട് എന്ത് പ്രശ്നം? നിനക്ക് എന്തോ അടി മൊത്തത്തിൽ പ്രശ്നം? സാറേ, അളിയനാണ് പ്രശ്നം. അളിയൻ ഫുൾ ടൈം വെള്ളമടി. അത് ഞാൻ ചോദിക്കാൻ ചെന്നപ്പോ എനിക്ക് തന്നില്ല. അല്ല, എന്റെ മെക്കിട്ട് കയറുന്നു. ഓ സാറേ, ജോലി ഞാൻ എണ്ണ അടിക്കും. എന്നാലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് മൂഡിന് നമുക്ക് ജോലി കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ സാറ് പറയാൻ പറ്റുമല്ലോ? മനസ്സിലായി സാറേ. ജോലിക്ക് പോയിട്ട് അതെനിക്കറിഞ്ഞൂടാ. കണ്ടോ സാറേ, അടിച്ചിട്ട് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ലേ? എങ്കിൽ പറ. അല്ല, എനിക്ക് മനസ്സിലായില്ലെന്ന്. സാറല്ലേ ഇപ്പൊ പറഞ്ഞ മനസ്സിലായെന്ന്? അതല്ലടാ, ഇയാള് പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. സാറേ ഞാൻ പറയാം. പറ കുട്ടി. എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ. ഇതെന്തോന്ന് മനസ്സില്ല കുടുംബോ? സാറേ, എനിക്ക് ഡൈവേഴ്സ് വേണം. അതിന് നിന്റെ പെണ്ണുമ്പോൾ എന്ത്? സാറേ, എന്റെ പെങ്ങക്ക്. സാറിപ്പോ ഡൈവോഴ്സ് കൊടുത്താ എന്റെ ഒന്നാം വിവാഹം കഴിഞ്ഞു. പിന്നെ രണ്ടാം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇവിടെ ഇരിക്കേണ്ടി വരില്ല സാറേ. സാർ അത് പേടിക്കണ്ട, ഇയാൾക്ക് വേറെ പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. നിങ്ങളാ എള്ളോളം തരി ഗോൾഡൻ ദിന തനി തഞ്ചാവൂര് സരിന്ദിന ആ ടൈമിൽ കല്യാണം കഴിച്ച ആൾക്കാരാണോ? അതെ, വീഡിയോ എടുത്തു കൊടുത്തത് ഞാനാണ്. 1 മില്യൺ ലൈക്സ് ആയിരുന്നു. എനിക്ക് സാറേ അപ്പൊ എന്റെ ഡൈവോഴ്സോ? അതിനൊരു ട്രെൻഡ് വരുന്നുണ്ടെന്നാ കേട്ടത്. പൊക്കോ. താങ്ക് യു സാറേ. നിന്നെ ഞാൻ എവിടെയോ മെഡൈറ്റം വംശനാശമേ.